ഹേ ഗായ്സ്, ഇന്നത്തെ ഈ വ്ളോഗ് ഞാൻ ഡൈക്കറ്റ് സ്മാർട്ടിൽ പോയ അന്ന് തന്നെ എടുത്ത വീഡിയോ ആണ്. ഡൈക്കറ്റ് സ്മാർട്ടിൽ പോയ വീഡിയോ ഞാൻ ഇട്ടെങ്കിലും ഈ വീഡിയോ ഇടാൻ കുറച്ചധികം ലൈറ്റായി പോയി. ഡൈക്കറ്റ്സിൽ പോയി വരുമ്പോൾ എന്തായാലും ലുലുലും കൂടി ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. ശരിക്കും ഈ മാളുകളൊന്നും എത്ര കണ്ടാലും മതിയാവില്ല അല്ലേ ഗൈസ്. ഒന്നും വാങ്ങിക്കില്ലെങ്കിലും അവിടെ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടക്കാൻ നല്ല രസം. ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കും, എന്താണ് ഈ മാളൊന്നും എത്ര കണ്ടാലും ഇങ്ങനെ മതിയാവാത്തതെന്ന്. ചിലപ്പോൾ നല്ല ഭംഗിയിലുണ്ടായിരിക്കും. പിന്നെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഷോപ്പ് കണ്ടു. ഇപ്പം ഡൈക്കറ്റ് സ്മാർട്ടിൽ നിന്ന് വന്ന ഞാൻ അടുത്ത ക്യൂട്ട് ഷോപ്പ് കണ്ടപ്പോഴത്തേനും അങ്ങോട്ട് പോയി. ഈ ഷോപ്പിൻ്റെ പേര് മോമോസോ എന്നാണ്. ഇങ്ങനെ തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യാന്ന് എനിക്ക് അറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഈ കട കാണുന്നതും കയറുന്നതും. നല്ല അടിപൊളി ഷോപ്പായിരുന്നു, പക്ഷെ നല്ല ഒടുക്കത്തെ റേറ്റ് ആയിരുന്നു. ഇത് കണ്ടപ്പോൾ ഡൈക്കറ്റ്സ് തന്നെയാണ് നമുക്കൊക്കെ പറ്റിയ ഷോപ്പ് എന്ന് എനിക്ക് മനസ്സിലായി. ഗൈസ്, ഈ ബുക്കിൻ്റെയൊക്കെ വില കേട്ടപ്പോൾ എൻ്റെ കണ്ണ് തള്ളിപ്പോയി. എല്ലാം നല്ല ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളായിരുന്നു, പക്ഷേ ഈ സാധനത്തിനൊക്കെ നല്ല റേറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, അതൊക്കെ അവിടെ തന്നെ വെച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നു. നിങ്ങളിപ്പോൾ വിചാരിക്കണം, എന്തിനാണ് ഈ വെറുതെ കടയിലൊക്കെ ഇങ്ങനെ കയറുന്നത്, ഒന്നും വാങ്ങുന്നില്ലല്ലോ. വേറെ ഒന്നുമല്ല, ഈ സാധനമൊക്കെ ഇങ്ങനെ നോക്കാനും ഇങ്ങനെ വെറുതെ ഇങ്ങനെ നടക്കാനൊക്കെ എന്ത് രസമാണെന്ന്. അതെന്താന്ന് ഇങ്ങോട്ട് പിടികിട്ടുന്നില്ല. എന്നാലും ഇതൊക്കെ ചുമ്മാ ഇങ്ങനെ കാണാനും രസമൊക്കെ തന്നെ. കൂടുതൽ നേരം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു സാധനം ഞാൻ എടുക്കുന്ന എനിക്കും അറിയാം, എൻ്റെ ഉമ്മാക്കും അറിയാം. അതുകൊണ്ട് ഞങ്ങൾ മെല്ലെ. പിന്നെ ഫുഡ് എവിടെ പോലും മെയിൻ ആണല്ലോ. പിന്നെ നമ്മൾ 2 ഡെസേർട്ട് മേടിച്ചിട്ടുണ്ട്. ആ ഒരു ബൗളിലുള്ള ഡെസേർട്ടില്ലേ, ലുലു ഇപ്പോൾ കഴിക്കാൻ പോകുന്നത്. ഇത് മറ്റേ റൈസും എന്തോ ചോക്ലേറ്റ് എന്തോ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഡെസേർട്ടില്ലേ, നല്ല വൈറലായത്, അതാണ് കേട്ടോ. പിന്നെ കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ കഴിച്ചു. ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോയി. നമ്മൾ നെക്സ്റ്റ് പോയത് ഫണ്ടൂറയിലാണ്. ഞാൻ ആദ്യമായിട്ടാണ് കൊച്ചി ലുലുവിൽ ഫണ്ടൂറയിൽ കയറുന്നത്. അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ട് കേട്ടോ. നല്ല വലിയ ഫണ്ടൂറായിരുന്നു. പാലക്കാട് ലുലു ഉണ്ടെങ്കിലും അവിടെയൊക്കെ ഉള്ളത് ചെറിയ ഫണ്ടൂറയാണ്. അതുകൊണ്ട് കൊച്ചിയൊക്കെ വരുമ്പോഴാണ് ഫണ്ടൂറയിൽ കയറാനൊക്കെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഇങ്ങനെ കയറി വരുന്നത്. കുറേ റൈഡ്സിൽ നമ്മൾ കയറി. ഇനിയും കുറേ റൈഡിൽ കയറണമെന്നുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് ട്രാവൽ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ചെണ്ണത്തിൽ കയറിയുള്ളൂ. അത്ര ഡേഞ്ചർഫുള്ളായില്ലൊന്നും നമ്മൾ കയറിയില്ല കേട്ടോ. ഡേഞ്ചർഫുള്ളായ ഗെയിംസ് ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ നമുക്ക് ചില റൈഡ്സിലൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഹെഡേക്കും തലയൊക്കെ കറങ്ങും. അപ്പം അങ്ങനത്തെ ഇതിലൊന്നും നമ്മൾ കയറിയില്ല. കിഡ്സിനൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നല്ല ജോയ്ഫുള്ളായിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഗെയിംസൊക്കെ ഉണ്ടായിരുന്നേ. ലുലുവും കിഡ്സിനൊക്കെ പറ്റി ഒരുപാട് റൈഡ്സിലും ഗെയിംസിലൊക്കെ കയറി. അവൾക്ക് ഈ റൈഡ്സ്, പാർക്ക്, ഗെയിംസ് ഇതിനോടൊക്കെ പ്രത്യേക ക്രേസാണ്. അതുകൊണ്ട് ഇവൾക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു. എന്തായാലും എല്ലാവരും നന്നായി എൻജോയ് ചെയ്തിട്ടുണ്ട്, അതിനൊരു കുറവുമില്ല. കുറേ റൈഡ്സിലൊക്കെ കയറിയെങ്കിലും എനിക്ക് ഈ 3Dൻ്റെ റൈഡിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു. ഞാൻ കുറച്ചായി 3D ഒക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട്. അപ്പോൾ ഇപ്പോൾ കയറിയപ്പോൾ നല്ലൊരു ഫീൽ ഉണ്ടായിരുന്നു. നമ്മൾ കുറേ റൈഡ്സിലും ഗെയിംസിലൊക്കെ കളിച്ചിട്ട് നമ്മൾ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു ഡേ ഞാൻ നന്നായി അടിച്ച് പൊളിച്ചു. നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള നല്ല എൻജോയ്മെൻ്റ് ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു. പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മുടെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.